ഒരു ബിസിനസ് നടത്തുമ്പോൾ സെയിൽസ്, പ്രൈസിംഗ്, കസ്റ്റമേഴ്സ് ഇതെല്ലാം ഒരുമിച്ച് മാനേജ് ചെയ്യുക എന്നത് ഒരു വലിയ തലവേദന തന്നെയാണ്, അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ERP നെക്സ്റ്റ് ഉപയോഗിച്ച് ഈ ഒരു പ്രോസസ്സ് എത്ര എളുപ്പത്തിലും സ്മാർട്ടായും ചെയ്യാമെന്നാണ്. എപ്പോഴെങ്കിലും ഇതിനെപ്പറ്റി ശരിക്കും ആലോചിച്ചിട്ടുണ്ടോ? ഒരു കസ്റ്റമർ വരുന്നത് മുതൽ ഓർഡർ തന്ന് അവസാനം നമുക്ക് പണം കിട്ടുന്നത് വരെ ഇതിനിടയിലുള്ള ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ഒരുമിച്ച് കണക്റ്റഡായി പ്രവർത്തിക്കുന്നത്? ശരിക്കും ERP നെക്സ്റ്റ് പോലുള്ളൊരു സിസ്റ്റം സോൾവ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതുതന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ കാണുന്ന ഫ്ലോ ചാർട്ടില്ലേ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഗൈഡ്. ഒരു ബിസിനസ്സിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും തമ്മിലുള്ള ബന്ധം ഇതിൽ കാണാമെങ്കിലും നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് സെയിൽസിന്റെ ആ ഒരു പ്രധാനപ്പെട്ട യാത്രയിലാണ്. അതായത് ഒരു പുതിയ കസ്റ്റമർ എങ്ങനെ ഒരു ഫൈനൽ സെയിലായി മാറുന്നു എന്ന് നമുക്ക് ഈ ബ്ലൂ പ്രിന്റ് വെച്ച് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ശരി, നമുക്ക് തുടങ്ങാം അല്ലേ? ഈ ബ്ലൂ പ്രിന്റിലെ ആദ്യത്തെ സ്റ്റെപ്പ്, ഏതൊരു സെയിൽസിന്റെയും തുടക്കം എവിടെയാണ്? കസ്റ്റമറിൽ നിന്നാണ്. സോ നമ്മുടെ യാത്രയും അവിടെ നിന്ന് തന്നെ തുടങ്ങുന്നു. ഇവിടെയാണ് കേട്ടോ കാര്യങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടേത് ഒരു കോഫി റോസ്റ്ററി ബിസിനസ് ആണെന്ന് വെക്കുക. ബൾക്കായിട്ട് കാപ്പിക്കുരു വാങ്ങുന്ന ഒരു കഫേയും ഒരു ചെറിയ പാക്കറ്റ് വാങ്ങാൻ വരുന്ന നമ്മളെപ്പോലുള്ള ഒരു സാധാരണ കസ്റ്റമറും ഒന്നാണോ? ഒരിക്കലുമല്ല, അല്ലേ? ഈ പ്രശ്നത്തിനുള്ള സൊല്യൂഷനാണ് കസ്റ്റമർ ഗ്രൂപ്പ്. സിമ്പിളായി പറഞ്ഞാൽ പലതരം കസ്റ്റമേഴ്സിനെ വേർതിരിച്ച് ഗ്രൂപ്പുകളാക്കാൻ ERP നെക്സ്റ്റ് ഉപയോഗിക്കുന്ന ഒരു വഴിയാണിത്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഓരോ ഗ്രൂപ്പിനും വെവ്വേറെ റൂൾസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ടേബിൾ നോക്കൂ, നമ്മുടെ കോഫി ബിസിനസ്സിന് പല ഗ്രൂപ്പുകളുണ്ട്. ഹോൾസെയിൽ ഗ്രൂപ്പിലുള്ള കഫേകൾക്ക് ഒരു വില, റീറ്റെയിൽ ഗ്രൂപ്പിലുള്ള സാധാരണ കസ്റ്റമേഴ്സിന് വേറൊരു വില. ഇതിലെ ഏറ്റവും കിടിലൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കസ്റ്റമർ ഏത് ഗ്രൂപ്പിലാണോ അതനുസരിച്ചുള്ള വില സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തോളൂ. ഓക്കെ, അപ്പൊ നമ്മള് കസ്റ്റമേഴ്സിനെ ഗ്രൂപ്പുകളാക്കി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? അവർക്ക് എന്ത് വിലയാണ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കണം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ഐറ്റം പ്രൈസ്. രണ്ട്, പ്രൈസ് ലിസ്റ്റ്. ഐറ്റം പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന്റെ വില, അത്രയുള്ളൂ. പക്ഷെ പ്രൈസ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരുപാട് ഐറ്റം പ്രൈസുകൾ ചേർന്ന ഒരു വലിയ കാറ്റലോഗാണ്. കുറച്ചുകൂടി ടെക്നിക്കലായി പറഞ്ഞാൽ ഒരു ഐറ്റം പ്രൈസ് വെറും വില മാത്രമല്ല, അത് ഏത് അളവിലാണ് എന്ന് കൂടി രേഖപ്പെടുത്തും. അതായത് ഒരു കിലോവിനാണോ അതോ ഒരു ലിറ്ററിനാണോ ആ വില എന്ന് കൃത്യമായി പറയും. ഇനി ഈ സാധാരണ വിലകൾക്ക് പുറമെ നമുക്ക് സ്പെഷ്യൽ ഓഫറുകളും ഡിസ്കൗണ്ടുകളുമൊക്കെ കൊടുക്കേണ്ടി വരില്ലേ? അതെങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെയാണ് ഈ സിസ്റ്റത്തിന്റെ യഥാർത്ഥ മാജിക്. പ്രൈസിംഗ് റൂൾസ്, ഇതിനെ നമുക്ക് ഈ സിസ്റ്റത്തിന്റെ ബ്രെയിൻ എന്ന് തന്നെ വിളിക്കാം. കാരണം നമ്മുടെ ബിസിനസിന്റെ നിയമങ്ങൾക്കനുസരിച്ച് എപ്പോൾ ആർക്ക് എന്ത് വില കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ റൂൾസാണ്. ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. കൂടുതൽ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കണോ? അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ സീസണിൽ ഒരു ബൈ വൺ ഗെറ്റ് വൺ ഓഫർ കൊടുക്കണോ? ഇതൊക്കെ പ്രൈസിംഗ് റൂൾസ് വെച്ച് വളരെ എളുപ്പത്തിൽ ഓട്ടോമേറ്റ് ചെയ്യാം. ശരി, നമ്മളിപ്പോൾ കസ്റ്റമർ ഗ്രൂപ്പ്, പ്രൈസ് ലിസ്റ്റ്, പ്രൈസിംഗ് റൂൾസ് എന്നൊക്കെ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇനി ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒരു യഥാർത്ഥ സെയിലില് എങ്ങനെയാണ് വർക്കാവുന്നതെന്ന് നമുക്ക് ലൈവായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കോഫി ബിസിനസിന്റെ കഥയിലേക്ക് തിരിച്ചുവരാമല്ലേ? ഒരു ഹോൾസെയിൽ കസ്റ്റമർ ഒരു കഫേ 50 കിലോ കാപ്പിക്കുരു ഓർഡർ ചെയ്യുന്നു. ഇനി സിസ്റ്റത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. നമ്മൾ നേരത്തെ കണ്ട ബ്ലൂ പ്രിന്റ് ഓർമ്മയില്ലേ? അതനുസരിച്ച് ഈ യാത്ര തുടങ്ങുന്നത് കസ്റ്റമറിൽ നിന്നും സെയിൽസ് ഓർഡറിൽ നിന്നുമാണ്. അപ്പോ ആദ്യം തന്നെ സിസ്റ്റം ഈ കസ്റ്റമർ ഏത് ഗ്രൂപ്പിലാണെന്ന് നോക്കും. ഇത് ഹോൾസെയിൽ കസ്റ്റമർ ആണല്ലോ. ഉടൻ തന്നെ സിസ്റ്റം സാധാരണ വിലയ്ക്ക് പകരം ഹോൾസെയിൽ വിലകളുള്ള പ്രൈസ് ലിസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ചെയ്യും. ഇവിടെ നമ്മുടെ ഒരു സഹായവും വേണ്ട. അടുത്ത സ്റ്റെപ്പ് എന്താ? പ്രൈസിംഗ് റൂള് ഉണർന്നു പ്രവർത്തിക്കും. ഓർഡർ ചെയ്ത അളവ് 40 കിലോയിൽ കൂടുതലാണെന്ന് സിസ്റ്റം കാണുമ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തു വെച്ച റൂൾ അനുസരിച്ച് ഒരു 10% ഡിസ്കൗണ്ട് തന്നെ അപ്ലൈ ചെയ്യും. അതും ഓട്ടോമാറ്റിക്. ഈ ബ്ലൂ പ്രിന്റ് നോക്കൂ, എത്ര മനോഹരമായിട്ടാണത് കാണിക്കുന്നത്. സെയിൽസ് ഓർഡർ എന്ന് പറയുന്ന ആ പോയിന്റില് കസ്റ്റമർ ഗ്രൂപ്പിൽ നിന്നുള്ള പ്രൈസ് ലിസ്റ്റും പ്രൈസിംഗ് റൂളിൽ നിന്നുള്ള ഡിസ്കൗണ്ടും എല്ലാം കൂടി ഒരുമിച്ച് ചേർന്നാണ് ആ ഫൈനൽ പെർഫെക്റ്റ് പ്രൈസ് ഉണ്ടാകുന്നത്. ഫൈനൽ പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ക്ലിക്കിന്റെ കാര്യമുള്ളൂ. സെയിൽസ് ഇൻവോയ്സ് റെഡി. ഈ ഇൻവോയ്സ് നേരെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവും. നമ്മൾ മാനുവലായി ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമേയില്ല. തെറ്റുകൾ വരാനുള്ള സാധ്യത 0 ആണ്. ഈ ബ്ലൂ പ്രിന്റിൽ ഒന്നുകൂടി നോക്കിക്കേ. സെയിൽസ് ഇൻവോയ്സിൽ നിന്ന് പേയ്മെന്റ് എൻട്രിയിലേക്കും അവിടെ നിന്ന് അക്കൗണ്ട്സിലേക്കും
എത്ര സ്മൂത്തായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. എല്ലാം ഒന്നിനോടൊന്ന് കണക്റ്റഡ് ആണ്. അപ്പോ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾ എന്താണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്? നമ്മൾ കണ്ടത് വെറുതെ ഡേറ്റ എൻട്രി ചെയ്യുന്ന ഒരു സിസ്റ്റമല്ല, മറിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്മാർട്ട് സിസ്റ്റം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നിങ്ങൾ ഒരിക്കൽ ഈ കസ്റ്റമർ ഗ്രൂപ്പുകളും പ്രൈസ് ലിസ്റ്റുകളും റൂൾസുമൊക്കെ ശരിയായി സെറ്റ് ചെയ്താൽ മതി. പിന്നെ സിസ്റ്റം എല്ലാം തനിയെ നോക്കിക്കോളും. ഇത് നിങ്ങളുടെ സമയം ലാഭിക്കും, തെറ്റുകൾ കുറയ്ക്കും, നിങ്ങളുടെ ബിസിനസ്സിന് ഒരു പ്രൊഫഷണൽ കൃത്യത നൽകും. അപ്പോ ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ബിസിനസ്സില് ഈ പറഞ്ഞതുപോലെ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ആദ്യം ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്നത്? അത് ഡിസ്കൗണ്ട് കൊടുക്കുന്ന കാര്യത്തിലാണോ, അതോ പലതരം കസ്റ്റമേഴ്സിന് പല വിലകൾ കൊടുക്കുന്നതിലാണോ? ഈ ആശയങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കും.